പ്രിയമുള്ളവരെ, മനുഷ്യർ ആരോഗ്യ വിഷയവുമായി ഒട്ടേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യനും അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പല വ്യത്യസ്തങ്ങളായ ചികിത്സകൾ സ്വീകരിക്കും. ഈ ചികിത്സകൾ സ്വീകരിച്ച് അവരുടെ രോഗം ആ ചികിത്സകൾ കൊണ്ട് മാറാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇത് ഒരു മാറാരോഗമാണ് എന്നുള്ളത്. മാത്രമല്ല, ഇന്ന് ചികിത്സാ മേഖല ഒരു ബിസിനസ് മേഖലയായി മാറിയപ്പോൾ ജനങ്ങളുടെ പണം എങ്ങനെയൊക്കെ അപഹരിക്കാം എന്ന രൂപത്തിൽ ബിസിനസ് മേഖല മാറിയപ്പോൾ ആ ഒരു രീതി ചികിത്സയിൽ അവലംബിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാറുന്ന രോഗങ്ങൾ പോലും മാറാരോഗങ്ങളാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു പ്രമേഹ രോഗിക്ക് രോഗം മാറുകയാണെങ്കിൽ അയാളുടെ ജീവിതകാലം മുഴുവൻ പിന്നീട് മരുന്ന് കഴിക്കൽ ആവശ്യമില്ലാതെ വരാനിരിക്കുന്ന ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടൽ ആവശ്യമില്ലാതെ ഇഷ്ടമുള്ള മധുരങ്ങളും മധുര പലഹാരങ്ങളും സംതൃപ്തിയോടെ കഴിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം അയാൾക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊരു മാറാരോഗമാണ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ചിന്തയിൽ അയാളുടെ രോഗം മാറുന്നില്ല എന്നുള്ള ഒരു ദുഃഖവാർത്ത തന്നെ അയാളെ മാനസികമായി പീഡിപ്പിക്കുകയും പിന്നീട് മനസ്സിൻ്റെ ഉള്ളിൽ അയാൾ പോലും അറിയാതെ ഒരു ധാരണയിൽ അയാൾ എത്തുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇനി എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ, ഇനി എനിക്ക് മരുന്ന് കഴിച്ച് ജീവിക്കുകയില്ലാതെ വേറെ നിവൃത്തിയില്ല. ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ അളവ് നിശ്ചയിക്കാൻ വേണ്ടി എല്ലാ മാസമോ എല്ലാ ദിവസമോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെയും ലാബ് പരിശോധനയും ആ പരിശോധനയിലൂടെ ഷുഗറിൻ്റെ അളവ് ക്രമീകരിക്കാനുള്ള നിരന്തരമായ ശ്രമവും, ഈ ശ്രമം അയാളെ വളരെ സാവധാനമായി കൊണ്ട് നിത്യരോഗിയാക്കുകയും മരണം വരെ മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയിൽ അയാളെ ആക്കുകയും ഇങ്ങനെ രോഗം ഒരിക്കലും മാറാതാവുകയും ചെയ്യുന്നു എന്നുള്ള ഈ ധാരണയിൽ ഇയാൾ മരണം വരെ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഇതൊരു പ്രമേഹ രോഗത്തിൻ്റെ മാത്രം അവസ്ഥയല്ല. സന്ധിവേദനയായാലും ശ്വാസം മുട്ടലായാലും മറ്റ് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുടെയും യഥാർത്ഥ അവസ്ഥ ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ അത് മാറുന്ന രോഗങ്ങളായിരിക്കെ ശാസ്ത്രീയമായ ധാരാളം കണ്ടുപിടുത്തങ്ങളും തത്വങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അത് മാറാരോഗമാണ് എന്ന് വിശ്വസിപ്പിക്കുകയും ആ ഒരു ധാരണയിൽ ശിഷ്ടകാലം ജീവിക്കുകയും അതിനുശേഷം കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന പുതിയ രോഗങ്ങളും അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അത് പുതിയ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുകയും കഴിച്ച മരുന്നുകൾ ഉണ്ടാക്കിയതാണ് എന്ന് തിരിച്ചറിയാതെ കഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് മലയാളികളിൽ കാണുന്ന നിത്യരോഗികളുടെ അവസ്ഥകളെങ്കിൽ ഓരോ രോഗവും സൃഷ്ടാവ് പരിപൂർണമായി സുഖപ്പെടുത്തുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചുള്ളത് എന്നത് പലരും മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് അക്യുപഞ്ചർ ചികിത്സയുടെ പ്രസക്തി തന്നെ. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങൾ രോഗം സുഖപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല. താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, എൻ്റെ രോഗം ഒരിക്കലും മാറാത്തതാണെന്ന് തെറ്റിദ്ധരിക്കുകയും ആ തെറ്റിദ്ധാരണയിൽ ശിഷ്ടകാലം രോഗമുണ്ടാക്കുന്ന പ്രയാസങ്ങളും ഈ മാറാരോഗം എനിക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത, തെറ്റിദ്ധാരണ, മാനസികമായ തളർച്ചയും ഇത് രണ്ടും ചേർന്ന് കൂടുതൽ ജീവിതം ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മരുന്നുകൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന നാൾ മുതൽ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങളൊക്കെ സുഖപ്പെടുന്നവയാണ്. അങ്ങനെ സുഖപ്പെടാത്ത ഒരു രോഗവും പടച്ചവൻ ഇറക്കിയിട്ടേ ഇല്ല എന്ന വസ്തുത തിരിച്ചറിയുന്ന ആളുകൾ നിരന്തരമായി താൻ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് രോഗം സുഖപ്പെടുന്നില്ല എന്ന ഘട്ടത്തിൽ പുതിയ ചികിത്സകൾ അന്വേഷിക്കുകയും വേറെ ചികിത്സ സമീപനങ്ങളെപ്പറ്റി ആരായുകയും അങ്ങനെ അക്യുപഞ്ചർ ചികിത്സയിൽ അവർ വന്നതോടുകൂടി അവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. താൻ അനുഭവിക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അക്യുപഞ്ചർ മതിയായ ചികിത്സയാണ്. മരുന്നില്ലാതെ തന്നെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പരിപൂർണമായി സുഖപ്പെടാൻ ഈ ചികിത്സ മതിയായതാണ് എന്ന് ചികിത്സയിലൂടെ ബോധ്യപ്പെടുന്ന ആളുകൾ വളരെ കുറവാണെങ്കിലും ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം
കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പൊതുവെ പ്രവാസികളുടെ പണം കൊണ്ട് നടന്നു പോകുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് വസ്തുതയാണെങ്കിൽ, ഇറാനും ഇസ്രായേലും നിലനിൽക്കുന്ന യുദ്ധം ഇത് ഏത് രൂപത്തിൽ ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഗൾഫ് മലയാളികളുടെ ഹൃദയത്തിൽ വേദനിപ്പിക്കുന്നൊരു ഭയപ്പാടുണ്ടാക്കുന്ന ഒരു വാർത്തയായി നിലകൊള്ളുന്നതെങ്കിൽ, ആ വാർത്തയുടെ ഇനിയൊരു മറുപുറം കൂടിയുണ്ട്. ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും സ്വന്തം മാതാപിതാക്കൾക്കും സ്വന്തം വേണ്ടപ്പെട്ടവർക്കും അവനവനക്ക് വേണ്ടിയും ധാരാളം വിലപിടിപ്പുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കെ ഇനി മരുന്നൊന്നും വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു പരിഭ്രാന്തി കൂടി അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും അക്യുപഞ്ചർ ചികിത്സയെ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നത്. മനുഷ്യൻ അനുഭവിക്കുന്ന സകല രോഗങ്ങളും അത് മാറുന്ന രോഗങ്ങളാണെങ്കിൽ, ഇന്ന് ചികിത്സാ മേഖല കച്ചവട മേഖലയായി മാറിയപ്പോൾ ആ രോഗങ്ങൾ മാറിക്കഴിഞ്ഞാൽ കച്ചവടം പൊളിഞ്ഞു പോകുമെന്ന ചിന്ത കൊണ്ട് അത് മാറാ രോഗമാണെന്ന് ശാസ്ത്രീയമായി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല കഥകൾ മെനഞ്ഞു പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും അത് വിശ്വസിച്ച ജനങ്ങൾ അതിൽ അകപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയും, എന്നാൽ കഴിക്കുന്ന മരുന്നുകൾ അപകടമുണ്ടാക്കുന്നുണ്ട് എന്ന് അറിയാമെങ്കിലും ആ കഴിക്കുന്ന മരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ആ മരുന്ന് പലപ്പോഴും നിരോധിക്കപ്പെടുന്ന വാർത്തകൾ കാണുമ്പോൾ ആ വാർത്ത കണ്ട് ഗദ്ഗതം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇതൊരു കെണിയിൽ അകപ്പെട്ട പോലെയല്ലേ ഉള്ളത്. രോഗം മാറുന്നില്ല, മരുന്ന് കുഴപ്പങ്ങളുണ്ടാക്കുന്നു, മരുന്ന് ഒഴിവാക്കണമെന്ന് ഓരോ മനുഷ്യൻ്റെയും ഉൾമനസ്സ് അയാളോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ മരുന്ന് ഒഴിവാക്കാൻ കഴിയാത്തൊരു അടിമത്തത്തിൽ അയാൾ അകപ്പെട്ടിരിക്കുന്നു. ഇത്തരം ഒരു അടിമത്ത മോചനമാണ് അക്യുപങ്ക്ചർ ഇന്ന് ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഏതായാലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളുകളും അറിയാൻ വേണ്ടി ഞാൻ ഈ ഒരു പ്രാവശ്യം നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണമെന്നും, രോഗങ്ങൾ കൊണ്ട് വലഞ്ഞ് ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഇനിയെങ്കിലും ഈ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് രോഗം സുഖപ്പെടാനുള്ള ശരിയായ വഴി അന്വേഷിക്കണമെന്നും, അങ്ങനെ അന്വേഷിക്കുമ്പോൾ അക്യുപങ്ക്ചർ നിങ്ങൾക്ക് ശരിയായ ഒരു ദിശ കാണിക്കുന്നു എന്നും ഇതിന് അടുത്തറിയാൻ ശ്രമിക്കണമെന്നും, ഇന്ന് ഫാർമസിയിലും അല്ലെങ്കിൽ പലതരം പാരാമെഡിക്കൽ കോഴ്സുകളിലും അല്ലെങ്കിൽ MBBS പോലെയുള്ള പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയ ആളുകൾ സ്വന്തം പഠനം കൊണ്ട് ഉപജീവനം നയിക്കണമെന്ന് ഒരു ഭാഗത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, മറുഭാഗത്ത് നിങ്ങളുടെ പഠനം കൊണ്ട്, നിങ്ങളുടെ ചികിത്സകൾ കൊണ്ട്, നിങ്ങൾ നൽകുന്ന ടെസ്റ്റുകൾ കൊണ്ട്, നിങ്ങൾ നൽകുന്ന മരുന്നുകൾ കൊണ്ട് രോഗം പരിപൂർണമായി സുഖപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, സുഖപ്പെടുന്ന രോഗങ്ങളെ സുഖപ്പെടാതാക്കുന്നൊരു പ്രവൃത്തിയാണ് ജനങ്ങൾക്ക് നിങ്ങളുടെ പണസമ്പാദ്യം കൃത്യമായി നടക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അതൊരു ദ്രോഹമാണ് എന്നുള്ളതും, ഇങ്ങനെ ജനങ്ങൾ ദ്രോഹിച്ചുകൊണ്ട് സമ്പാദിക്കുന്നത് പടച്ചവൻ്റെ കയ്യിൽ നിന്നും വലിയ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദുഷ്പ്രവൃത്തിയാണ് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. ഇത്തരം പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഓരോ പടച്ചവൻ്റെ കാരുണ്യം അന്വേഷിക്കുന്ന നല്ല മനുഷ്യരോടും ഞാൻ പറഞ്ഞുകൊണ്ട്, മരുന്നുകളില്ലാത്ത സുരക്ഷിതമായ പരിപൂർണമായി രോഗം സുഖപ്പെടുന്ന ഈ ഒരു ചികിത്സയെ ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.